ടി ജി, നേരത്തെ നമ്മൾ സംഗീതം ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പോൾ ഇന്ന് സ്പെയിൻ ലോകകപ്പ് വിജയിച്ചിരിക്കുകയാണ്. കാൽപന്ത് കളിയിൽ അങ്ങനെ പുതിയ രാജാക്കന്മാർ അർജൻറ്റീനയുടെ കയ്യിൽ നിന്ന് സ്പെയിനിലേക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അവധിയൊക്കെ കൊടുത്തിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതലും അർജൻറ്റീന ആരാധകർ കേരളത്തിൽ കൂടുതലായതുകൊണ്ടാവാം ഇന്ന് അവധിയൊക്കെ കൊടുത്ത് ആഘോഷിക്കാനായിരുന്നു. പക്ഷേ തോൽവി ആഘോഷിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. സ്പെയിന് ആരാധകരുണ്ട്, പക്ഷേ ഈ അർജൻറ്റീനയ്ക്കുള്ള അത്രയും എന്തായാലും കേരളത്തിൽ ആരാധകരില്ല. ടി ജി കളിയൊക്കെ കണ്ടിരുന്നു. എങ്ങനെ എന്ത് പറയും? ഈ അർജൻറ്റീനയ്ക്ക് കേരളത്തിലുള്ളത്രയും ആരാധകർ അർജൻറ്റീനയിൽ പോലും ഇല്ല. കേരളത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അർജൻറ്റീന, ബ്രസീൽ ഈ രണ്ട് ടീമാണ് കേരളത്തിൽ പോപ്പുലർ. അതിന് പ്രത്യേകിച്ച് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അങ്ങനെ കാര്യമൊന്നുമില്ല, പക്ഷേ ഈ രണ്ട് ടീമാണ്. പിന്നീട് വന്ന ഒരു പ്രതിഭാസമാണ് പോർച്ചുഗൽ, റൊണാൾഡോനെ സപ്പോർട്ട് ചെയ്യുന്നവർ. അത് കഴിഞ്ഞാൽ ബാക്കി ടീമുകൾക്കൊക്കെ ഇംഗ്ലണ്ട് ഇതൊക്കെ വളരെ കുറച്ച് പേരേ ഉള്ളൂ. ഉള്ളവർക്ക് തന്നെ പേടിയാണ് പുറത്ത് പറഞ്ഞാൽ കുഴപ്പമാകും. അപ്പം ഞാനിങ്ങനെ പുറത്ത് പറഞ്ഞ് കുഴപ്പത്തിലായവന്. കാരണം എൻ്റെ ഫേവററ്റ് ടീം ഇറ്റലിയാണ്. ഇറ്റലി ക്വാളിഫൈഡ് ആയില്ല. അപ്പോൾ പിന്നെ 2 ദിവസം ഞാൻ തലയിൽ മുണ്ടൊക്കെ ഇട്ട് നടന്നത് അഡ്ജസ്റ്റ് ചെയ്ത്, നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അല്ലെങ്കിൽ ജനം വഴിയിൽ പിടിച്ച് നിർത്തും, ചേട്ടോ എന്താ ഈ ചേട്ടൻ്റെ ടീം ക്വാളിഫൈഡ് ആയില്ല, എന്ത് ചെയ്യാനാ? വലിയ പാരമ്പര്യമുള്ള ആൾക്കാരാണ്, പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പന്ത് കളിയല്ലേ, പോയാൽ പോയി. അപ്പോൾ അർജൻറ്റീന വാസ്തവത്തിൽ ആ പരാജയം അർഹിക്കുന്നു. കാരണം അർജൻറ്റീനയ്ക്ക് ഈ ഈജിപ്തിൻ്റെ പ്രാക്ക് തട്ടിയിട്ടുണ്ട്. ഈജിപ്തിനെ അന്യായമായിട്ടാണെന്ന് അർജൻറ്റീനയും റഫറിയും ചേർന്ന് തോൽപ്പിക്കുകയായിരുന്നു അവരെ. ഈജിപ്തിൻ്റെ മുഹമ്മദ് സലാ എന്തൊരു കുലീനനായ മനുഷ്യനാണ്. എന്താണ് ഇങ്ങനെയുള്ള പെരുമാറ്റം? എത്ര വലിയ പ്രകോപനം ഉണ്ടായാലും ചിരിച്ച് സംസാരിക്കുക, തൊഴുത് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ഒരു ഇന്ത്യക്കാരനാണല്ലേ തൊഴുന്നത്. ഈജിപ്തിൽ ആ സമ്പ്രദായമുണ്ട്, തൊഴുത് റഫറിയുടെ മുമ്പിൽ ചിരിയുമായി. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ടീമിനെ ചതിക്കുകയാണെന്ന് എനിക്കറിയാം എന്നായിരുന്നു ആ ചിരിയുടെ അർത്ഥം. നിങ്ങൾക്ക് വലിയ നമസ്കാരം, ഇതൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞാൻ വിചാരിച്ചു ആ മനുഷ്യൻ്റെയൊക്കെ പ്രാക്ക് തട്ടാതിരിക്കുക. അർജൻറ്റീനയ്ക്കാണ് പ്രാക്ക് തട്ടുന്നത്, റഫറിക്കൊന്നുമില്ല. അയാൾ കളി കഴിയുമ്പോൾ കാശ് വാങ്ങിച്ച് അയാൾ സ്ഥലം വിടും. ടീമിന് അത് ദോഷം ചെയ്യും. അർജൻറ്റീന ഒരു റഫ് കളിക്കുന്ന ആൾക്കാരാണ്. ഇന്നലെയും സ്പെയിനെ എത്ര തവണ അർജൻറ്റീന ഫൗൾ ചെയ്തു. സ്പെയിനിൻ്റെ ഓരോ ഫൗളും പിടിക്കും. അർജൻറ്റീനയുടെ ഫൗള് ഒരുപാടെണ്ണം കണ്ടിൽ നിന്ന് അടിക്കും. ചിലതൊക്കെ പിടിക്കും. അർജൻറ്റീന ഒരാൾക്ക് റെഡ് കാർഡൊക്കെ കൊടുത്തു. അത് വ്യാപകമായ ഈജിപ്തുമായുള്ള മത്സരത്തിൽ വ്യാപകമായ പരാതികളും പ്രശ്നങ്ങളും ഉണ്ടാവുകയും ഈജിപ്റ്റ് തന്നെ ഒഫീഷ്യലായിട്ട് ഫിഫയ്ക്ക് പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു. അതേസമയം ഏറ്റവും വലിയ നാണക്കേടായത് ഡൊണാൾഡ് ട്രംപ് അയാളുടെ കളിക്കാരൻ്റെ കാർഡ് ക്യാൻസൽ ചെയ്തല്ല. അപ്പോൾ അത് ഒരിക്കലും ചെയ്തുകൂടാ. അത് ആരാ ഡൊണാൾഡ് ട്രംപ് ഫുട്ബോൾ കളിക്കുന്നിടത്ത്? ഇന്നലെ ഫൈനലിൽ കാണാനും കാരണവരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്ത് വാങ്ങിക്കോട്ടെ, ഫിഫ കൂടുതൽ വിവാദങ്ങളിലേക്ക് വർഷം തോറും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ വിശ്വാസ്യത തകർക്കരുത്. ഇതിൽ കള്ളക്കളി ഉണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വിശ്വാസ്യത പോവും. ഈ മെസ്സിക്കൊരു കപ്പ് എന്നൊക്കെയായിരുന്നു എതിർ ആളുകളുടെ കളിയാക്കലുകൾ അർജൻറ്റീനയ്ക്കെതിരെ. പൊതുവേ ഇപ്പോൾ ഇറ്റലിയെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. പൊതുവേ ഇറ്റലിക്ക് നാല് വേൾഡ് കപ്പ് ഇറ്റലിക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അർജൻറ്റീന കഴിഞ്ഞ ഇതിൽ ജയിച്ചു. പൊതുവെ എന്തുകൊണ്ടാണ് ഈ അർജൻറ്റീനയ്ക്ക് ഇത്ര ഒരു ആരാധകർ വരാനുള്ള കാരണം എന്താണ്? മറഡോണ ഉള്ളത് കൊണ്ടായിരുന്നോ അതോ? മറഡോണ മുതലാണ് അത് തുടങ്ങുന്നത്. ഇൻഫാക്ട് മറഡോണ ഒരു ഇതിഹാസം തന്നെയായിരുന്നു കേട്ടോ, പറയാതെ വയ്യ. മെസ്സിയെക്കാളും ഒരു 3 ഇരട്ടി 4 ഇരട്ടി സാമർഥ്യമുള്ള മനുഷ്യനായിരുന്നു മറഡോണ. ഇത് പറയുമ്പോൾ മെസ്സിയുടെ ആൾക്കാർ പക്ഷേ എന്നോട് ദേഷ്യം തോന്നുകയോ ചീത്ത പറയുകയോ ചെയ്യും. അങ്ങനെയല്ല. മറഡോണ ഈ നമ്മളുടെ നാട്ടിൽ
TV വന്ന കാലത്ത്, കളർ TV വരുന്ന ആ സമയത്താണ് ഈ ലോകകപ്പ് ഫുട്ബോളും മാരഡോണയുടെ കളിയും ഒക്കെ വരുന്നത്. അപ്പം അങ്ങനെ കളർ TV-യിൽ നേരിട്ട് ഞാൻ ഫുട്ബോൾ കാണുന്നത് മാരഡോണയൊക്കെ ഉൾപ്പെട്ട ടീമാണ്. അതിനു മുമ്പ് പത്ര റിപ്പോർട്ട് വായിച്ചാണ് നമ്മൾ പഴയ യോഹാൻ ക്രൈഫ്, മാർക്കോ വാൻ ബാസ്റ്റൻ, ജേർഡ് മുള്ളർ, ഇതൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് പത്രത്തിൽ വരുന്ന ആ ആവേശമുള്ളൂ, നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോഴത്തേക്ക് ഇവരൊക്കെ പോയി. പിന്നെ മാരഡോണ ആയി, റൂഡ് ഗള്ളിറ്റായി, അങ്ങനെ ഓരോരുത്തരായിട്ട്. പിന്നെ ലോകപ്രശസ്തനായ ഹിഗ്വിറ്റ ഗോളി. അപ്പോൾ ഹിഗ്വിറ്റ അറിയാമല്ലോ, ഹിഗ്വിറ്റ കളിക്കാരനായിട്ട് മാറുമായിരുന്നു, ഗോളി മാത്രമല്ല. NS മാധവൻ്റെ ഒരു കഥയുണ്ട് ഹിഗ്വിറ്റ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവരുടെയൊക്കെ സമയമായി. ബട്ട് അത് കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇയാൾ വരുന്നത്, മെസ്സി വരുന്നത്. അപ്പോൾ അന്ന് മാരഡോണയുടെ കാലത്ത് ആണ് കേരളത്തിൽ അർജൻറ്റീന അനുകൂല ഒരു തരംഗം സൃഷ്ടിക്കപ്പെടുന്നതെന്ന് എന്നാണ് എൻ്റെ ഒരു നിരീക്ഷണം. ഞാനത്ര വലിയ ഫുട്ബോൾ അങ്ങനെ നിരീക്ഷിക്കുന്ന ആളൊന്നുമല്ല. ചരിത്രം പരിശോധിക്കുക, ഓരോരുത്തരുടെ റെക്കോർഡ് നോക്കുക, അത് ഇത് അങ്ങനെയൊന്നുമില്ല എനിക്ക്. കളിയുള്ളപ്പോൾ സൗകര്യമുണ്ടെങ്കിൽ, ഇത്തവണയും പല കളി കാണാൻ പറ്റിയില്ല. എന്തൊരു കഷ്ടമാണ്. വെളുപ്പിന് 2:30-ക്കാണ്, അല്ലെങ്കിൽ 1:30-ക്ക് ഒരു കളി, പിന്നെ 6:30-ക്ക് അടുത്ത കളി. ഇതെങ്ങനെ കാണാൻ പറ്റും നമുക്ക്? ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും കാണുമായിരുന്നു. പക്ഷെ ഇപ്പോഴൊന്നും അത് നടക്കില്ല. നമുക്കൊരു ചിട്ടകളൊക്കെ തെറ്റിക്കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. പിന്നെ പിറ്റേ ദിവസം ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കളികൾ ഞാൻ മിസ് ചെയ്തു. പക്ഷേ ഇത് ഞാൻ പ്രത്യേകം കണ്ടിരുന്നു. ഈജിപ്റ്റ് അടിച്ചു കയറി വരുന്ന ഒരു ടീമാണ് എന്ന് തോന്നി. ഈജിപ്റ്റ് അർജൻറ്റീന മാച്ചിൽ അന്യായം നടന്നു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. അത് എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. കാരണം ഒരാൾ ഓഫ് സൈഡ് കയറിയോ എന്ന് ചോദിച്ചാൽ അത് തിരിച്ചറിയാൻ പറ്റാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ ന്യായം പറയുന്ന വലിയ കഥയില്ല. ബട്ട് മൈ ഇംപ്രഷൻ ഈസ് ദാറ്റ് ഇൻജസ്റ്റിസ് വാസ് ഡൺ ടു ഈജിപ്റ്റ്. ആ ഇൻജസ്റ്റിസ് ഫിഫയും റഫറിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രകൃതിയുടെ ഒരു കറക്ഷനുണ്ട്. ആ കറക്ഷനാണ് ഇന്നലെ നടന്നത്. അർജൻറ്റീന നിസ്സഹായരായി പോയത്. അതെ, ഇന്നലെ സ്പെയിനും അർജൻറ്റീനയുടെ ഗോളിയും തമ്മിലായിരുന്നു കളി. അർജൻറ്റീനൻ കളിക്കാർ അവിടെ ചിത്രത്തിലേ ഉണ്ടായിരുന്നില്ല. ഒരു ഷോട്ട് പോലും ഗോൾ പോസ്റ്റിലേക്ക് കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ അവർ അവരെ ഇടയ്ക്ക് ആ സ്റ്റാറ്റിസ്റ്റിക്സ് കാണിച്ചിരുന്നു. ഇവർ 0-0 ആയിട്ട് നിൽക്കുമ്പോൾ 12 തവണ സ്പെയിൻ അറ്റംപ്റ്റ് ചെയ്തു, 7 തവണ അർജൻറ്റീന അറ്റംപ്റ്റ് ചെയ്തു. പക്ഷേ അർജൻറ്റീനയ്ക്കൊന്നും തന്നെ ഗോളാക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ സ്പെയിൻ ഒരെണ്ണം അടിക്കുകയും ചെയ്തു. ഇറ്റലി എന്താ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം? ഒരു കാരണവുമില്ല, സത്യം ഒരു കാരണവുമില്ല. ഞാൻ അത് കൊള്ളാം എന്നിങ്ങനെ അവർ ഇമ്പ്രഷൻ മനസ്സിൽ കയറി, അതങ്ങനെ. അപ്പോൾ ഒരു ലോകകപ്പ് എനിക്ക് തോന്നുന്നു 2006-ലോ ഫാബിയോ കന്നവാരോ ക്യാപ്റ്റനായിരുന്ന സമയത്ത് എനിക്ക് അത് പറഞ്ഞുകൂടെ കേട്ടോ. ഇറ്റലിക്ക് ഇതുവരെ എത്ര ലോകകപ്പ് കിട്ടി, അവരുടെ ഏറ്റവും നല്ല കളിക്കാരനാണ് ഇതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അത് എൻ്റെ ഒരു ഇഷ്ട ടീം ഇറ്റലി. ശരി, അതങ്ങനെ മനസ്സിൽ കിടക്കുന്നു. അതിന് കുറേ കാലം കൂടെ കിടക്കുക, അത് മാറുമൊന്നുമില്ല. ഇപ്പോൾ ഈ ലോകകപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട താരം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എംബാപ്പയാണ്. പേഴ്സണലി ഇപ്പോൾ മെസ്സി, റൊണാൾഡോ, എംബാപ്പെ, യമാൽ ഇവരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആരെയാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പെ എന്ന് വെച്ചാൽ എംബാപ്പെ ഇവരെക്കാളൊക്കെ മഹാനായ കളിക്കാരനാണെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിഷ്ടം എംബാപ്പയാണ്, എനിക്കിഷ്ടം ഇറ്റലിയാണ്. ഇതുപോലെ തീർത്തും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ. ബട്ട് എംബാപ്പെ എങ്ങുമില്ലാതെ പോയി ഇത്തവണ. പക്ഷേ ഗോളുകൾ അടിച്ചു. ഗോൾഡൻ ബൂട്ട് ഗോൾഡൻ ബൂട്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കിട്ടുന്നില്ലല്ലോ. ഫൈനൽ ടൂർണമെൻറ്റ് ജയിക്കുക എന്നുള്ളതാണ് അതാണ് ലക്ഷ്യം. ഗോൾഡൻ ബൂട്ടൊക്കെ വ്യക്തിഗതമായ സമ്മാനങ്ങളാണ്. അതൊക്കെ ഇവർക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ പല രീതിയിൽ കൂട്ടിയിട്ട് നമുക്ക് തെക്കോട്ട് നോക്കി ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആൾ, സിസർ കട്ടടിച്ച് ഏറ്റവും കൂടുതൽ ഗോളടിച്ച ആൾ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് അവാർഡും സമ്മാനവും ഒക്കെ കൊടുക്കാം.
പൈസയാണല്ലോ ഇതിൻ്റെ. ഇന്നലെ അത് വേണമെങ്കിൽ ഈ ഫുട്ബോളിൽ അങ്ങനത്തെ ആരോപണങ്ങൾ വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ ഫിഫയുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ അതും കൂടെ താമസിയാതെ വരും. ഈ ഗെയിം എക്സ്ട്രാ ടൈമിലേക്ക് നീളുന്നതുകൊണ്ടല്ലോ ഹ്യൂജ് അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ ആണ് അതിന്. അരമണിക്കൂറൂടെ കളി നീട്ടുമ്പോൾ. അപ്പോൾ അരമണിക്കൂറൂടെ കളി നീട്ടാനായിട്ടുള്ള കളി കളിക്കുക. അതിന് കളിക്കാരുമൊക്കെ സഹകരിക്കണം. കളിക്കാർക്കുമൊക്കെ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗോളടിക്കാതെ ഇങ്ങനെ കൊണ്ടുപോയി എന്നൊക്കെ വരും. ക്രിക്കറ്റിൽ ചെയ്യുന്ന പോലെയൊന്നും ഫുട്ബോളിൽ ചെയ്യാൻ പറ്റില്ല, വളരെ ഓബ്വിയസ് ആയി പോകും. എന്നാലും ഒരാൾ അടിക്കുമ്പോഴുണ്ടല്ലോ, സാമാന്യം നല്ല കളിക്കാരന് അറിയാം അയാൾ അടിക്കുന്നതിൻ്റെ ഫോഴ്സിൽ ഈ പന്ത് നെറ്റിന് മുകളിൽ കൂടെ പോവുമോ നെറ്റിനുള്ളിൽ പോകും. അപ്പോൾ ഈ നെറ്റിന് മുകളിൽ കൂടെ പോകുന്ന പന്ത് പലപ്പോഴും ഒരു വിവാദ വിഷയമാകാവുന്നൊരു സാധനമാണ് നാളെ ഒരു കാലത്ത്. ഇന്നുവരെ അതായിട്ടില്ല. മനഃപൂർവ്വം അടിച്ച് നെറ്റിന് മുകളിലേക്ക് വിടുന്നതാണെങ്കിലോ, ഗോളൊക്കെ നമുക്ക് അടിക്കാമെന്ന്, കുറച്ച് കഴിയട്ടെ, എക്സ്ട്രാ ടൈമിൽ അടിക്കാം, എക്സ്ട്രാ ടൈമിലേക്ക് നീളട്ടെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് റവന്യൂ വർദ്ധിക്കും. ഇതുപോലെ ഈ അർജൻറ്റീനയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്രാവശ്യം മറ്റൊരു വിവാദം അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അർജൻറ്റീന ഫലസ്തീനെ സപ്പോർട്ട് ചെയ്തില്ല, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ള രീതിയിലുള്ളൊരു വിവാദം. അപ്പോൾ അതിനനുസരിച്ചുള്ള പല അർജൻറ്റീനൻ ആരാധകർക്ക് നേരെ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള ഇതുണ്ടായിരുന്നു, എതിർപ്പുകളും വിമർശനങ്ങളുമൊക്കെ ഉയർന്നിരുന്നു. അത് വർദ്ധിച്ചു വരും. ഇത്തവണ അത് ലോകകപ്പിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് ഞാൻ കരുതിയത്. കുറച്ച് ടീമുകളെങ്കിലും അർജൻറ്റീനയുമായിട്ട് ഞങ്ങൾ കളിക്കില്ല എന്ന് പറയും. അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം. അർജൻറ്റീനയുമായിട്ട് ഞങ്ങൾ കളിക്കില്ല. പിന്നെ കാണികളുടെ ഇടയ്ക്ക് ഈ പലസ്തീൻ്റെ കളർ, മറ്റേ വത്തയ്ക്കയുടെ കളറൊക്കെ വെച്ചുള്ള കലാപരിപാടി ചെയ്യുക. കേരളത്തിൽ പ്രത്യേകിച്ച് അതിന് വലിയ ഇഫക്റ്റ് ഉണ്ടാകും. കേരളത്തിലെ അർജൻറ്റീന ആരാധകർ മുഴുവൻ വെള്ളത്തിലാവും. കൂടാതെ അർജൻറ്റീനയെ മിഷിഹ എന്ന് വിളിക്കുന്ന ആ വിളിയുണ്ടല്ല, അതും ഈ പറഞ്ഞ ജിഹാദി ടീമിന് ഒട്ടും ഇഷ്ടപ്പെടാത്ത വിളിയാണ്. അപ്പോൾ അത് എപ്പോഴാണ് അത് പൊട്ടിപ്പുറപ്പെടുന്നത് അറിഞ്ഞുകൂടാ, അതുണ്ടാകും ഒരു ദിവസം. പിന്നെ പൊതുവേ ഈ ലാറ്റിൻ അമേരിക്കൻ കരുത്ത് എന്നുള്ളതിൽ ഈ ഇടതുപക്ഷത്തിന് അതിൻ്റെ പേരിൽ അർജൻറ്റീന എന്നുള്ള രീതിയിലൊരു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിലൊക്കെ അത് കണ്ടിരുന്നു, ആ രാഷ്ട്രീയം കൂടെ ചേർത്ത്. അപ്പോൾ അതും കൂടെ കിടക്കുന്നതുകൊണ്ട് ഈ ഒരു ഇസ്രായേലും കൂടെ വന്നപ്പോഴത്തേന് അവരാകെ ധർമ്മസങ്കടത്തിലായി. ഇതിപ്പോൾ എന്ത് പറയും എന്നുള്ള അവസ്ഥയിൽ. അല്ല, അത് മൊത്തം ഇവരുടെ ധർമ്മസങ്കടം അതാണല്ലോ. ഇപ്പോൾ ഈ ഇറാൻ അമേരിക്ക ഇസ്രായേൽ കോൺഫ്ലിക്റ്റിൽ ഇവിടെ ഉള്ളവർക്ക് മിണ്ടാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. ഇറാനെ അനുകൂലിച്ചു കഴിഞ്ഞാൽ ഗൾഫിലുള്ളവർ പിണങ്ങും, ഗൾഫിനെ അനുകൂലിച്ചാൽ ഇസ്ലാമിന് വിരുദ്ധമാകും, ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. ഗൾഫ് യുദ്ധത്തെപ്പറ്റി ചർച്ചകളില്ല. CPM രാഷ്ട്രീയം മിണ്ടുകയില്ല, മുസ്ലിം ഗ്രൂപ്പ്സ് ഒന്നും മിണ്ടുകയില്ല. അപ്പോൾ ഇവരുടെ ഈ രാഷ്ട്രീയം കളിയിൽ വരും. ഇതുവരെ അത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് മാത്രമാണ് സംശയം. താമസിയാതെ അത് വരുത്തും അവർ. ഇതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടെ ഉണ്ട്. അതായത് ഈ ക്രിക്കറ്റിൽ പാകിസ്ഥാന് കൈ കൊടുക്കുന്നില്ല, അപ്പോൾ ഈ കളിയിൽ രാഷ്ട്രീയം കൊണ്ട് വരരുത്, എന്താണ് ഈ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്ന പല സ്പോർട്സ് ലേഖകന്മാരും, പ്രത്യേകിച്ചും കമാൽ വരദൂരൊക്കെ ഉൾപ്പെടെയുള്ളവർ പോസ്റ്റിട്ടിരുന്നു അന്ന്. പക്ഷേ തിരിച്ച് ഈ ഒരു വിഷയം വന്നപ്പോൾ അദ്ദേഹം അത് അർജൻറ്റീന ആ ഒരു കാര്യത്തിൽ അപ്പോൾ അദ്ദേഹത്തിന് ഈ സംഗതി അവിടെ വന്നു. അത് ലോകപ്രസിദ്ധമായ ഇരട്ടത്താപ്പാണ് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ ഇവരൊക്കെ കാണിക്കുന്നത്. അതിൽ സംശയമൊന്നുമില്ല. വാസ്തവത്തിൽ നമ്മൾ പാകിസ്ഥാനുമായിട്ട് ഒരു കാര്യത്തിലും സഹകരിക്കേണ്ട കാര്യമില്ല. കളിയും വേണ്ട, കാര്യവും വേണ്ട, നീ നിൻ്റെ പാട് നോക്കി പോകുന്നു. ആ ഒരു നിലപാട് നമ്മളെടുത്താൽ മതി. അതല്ലാതെ ഇത് കളിയാണ്, ഇതിൽ രാഷ്ട്രീയം പാടില്ല എന്നൊക്കെയുള്ളത് അത് ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തും നമുക്കത് ചെയ്യാം. പാകിസ്ഥാൻ്റെ അടുത്ത് അത് പറ്റില്ല. കാരണം പാകിസ്ഥാൻ സകലതിലും നമുക്ക് വിരുദ്ധമായ രീതിയിൽ പോകുന്ന ഒരു രാജ്യമായിട്ട് മാറിയത്. ഇപ്പോൾ ചൈന നമ്മുടെ സുഹൃത്തൊന്നുമല്ല. പക്ഷേ ചൈനയുമായിട്ട് നമുക്ക് ഈ ജാതി പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. കാരണം ഒരു ജെൻറ്റിൽമാൻ ശത്രുവാണ് ചൈന. പാകിസ്ഥാൻ അങ്ങനെയല്ല. പക്ഷേ ഇവർക്ക് പാകിസ്ഥാൻ പ്രിയപ്പെട്ട രാജ്യമാണ്. എന്ത് ചെയ്യാൻ പറ്റും?